Corinthians chapter 4 verse 7, 8, 9 ഉണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. എല്ലാവരും ചേർന്ന് വായിക്കാം. എങ്കിലും ഈ അത്യന്തം ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അതിനകത്ത് ഏറ്റവും നോട്ടബിൾ ആയ ഒരു വേർഡാണ് ട്രഷർ എന്ന് പറഞ്ഞേ. ട്രഷർ. നമ്മൾ ഈ ട്രഷറി ഇതൊക്കെ കിട്ടുന്നുണ്ട്. ട്രഷറി പോയി ആർക്കും ഉടുപ്പ് വാങ്ങിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ട്രഷറി പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റ കാര്യമേ നടക്കത്തുള്ളൂ. എന്നാണ്? ഫിനാൻഷ്യൽ കാര്യം. എല്ലാവർക്കും ഇതിന് കയറാൻ പറ്റുന്ന ഇടവുമല്ല ട്രഷറി. ഈ മീറ്റിംഗിൽ ദൈവം ചിലർക്ക് നിക്ഷേപങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം ചിലർക്ക് ട്രഷർ തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ചിലരെ ദൈവത്തിന്റെ ട്രഷറുകളാക്കാൻ പോവാൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാധ്യതയില്ലാത്ത ചിലരുടെ വെസലുകൾ, ശരീരങ്ങൾ, ഈ മൺപാത്രങ്ങൾ പിശാച് കടിച്ചു കുടഞ്ഞ് ഒരിക്കൽ ആനന്ദം കണ്ടെത്തിയ അതേ ശരീരങ്ങളുടെ മേൽ ദൈവം പറയുക, ഞാനൊരു ട്രഷർ കൊണ്ട്, ഞാനൊരു സമ്പത്ത്, ഒരു നിക്ഷേപം കൊണ്ട് അതിനകത്തൊന്ന് നിറയ്ക്കാൻ പോകുന്നത് പോലെ ചിലരുടെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് ദൈവം ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഹേയ് നാരായണ, 2001 മുതൽ ഞാൻ നിന്റെ മേൽ തന്ന അഭിഷേകത്തിന്റെ ട്രഷറിൽ നിന്ന് നീ എത്ര ശതമാനം എടുത്ത് ഉപയോഗിച്ചു? തിരിച്ചറിയുന്നവർക്കാണ് ദൈവത്തെ സ്തുതിക്കും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഹെവൻലി ട്രഷർ, അഭിഷേകം ഒരു നിക്ഷേപമാണ്. ദൈവത്തിന്റെ തേജസ് ഒരു നിക്ഷേപമാണ്. റെവലേഷൻ ഒരു നിക്ഷേപമാണ്. ദൈവശക്തി ഒരു നിക്ഷേപമാണ്. പൗലോസ് പറയുന്നു, ഈ അത്യന്തം ശക്തി, അതുകൊണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, അത് എന്നെ അങ്ങ് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ. എഴുന്നേറ്റ് പോ ലൂസ്രയിലേക്ക്, എഴുന്നേറ്റ് പോ ആ തടവറയിലേക്ക്, ഇറങ്ങി ചെല്ല്. എവിടെ ചെല്ലണം? നീയും ശീലാസും കൂടെ പോകണം. വിളിപ്പിക്കുക ദൈവം. ചെന്നിട്ട് ആ തടവറയിലേക്ക് കയറിയപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരുപാട് സാഹചര്യം കാണും. നമുക്ക് ഇറിറ്റേഷൻ അത്രയും സമയമേ ഉണ്ടാകത്തുള്ളൂ എത്രയും സമയം നമ്മുടെ നിക്ഷേപം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നു. മനസ്സിലാക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും അത് തന്നെ സംസാരിച്ചാണ് വരുന്നത്. നമുക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ജീവിക്കാൻ, ഒരു ഫാമിലി ലൈഫിൽ ജീവിക്കാൻ. ഒത്തിരി സ്ട്രഗിളുകൾ നമ്മളെ വേട്ടയാടും. പക്ഷെ ഇതെല്ലാം വരുമ്പോഴും ദൈവം നമ്മളെ നോക്കുന്നത്, നിനക്ക് തന്നിരിക്കുന്ന ട്രഷറിൽ നിന്നും ഒരു പൊടിക്കെടുത്തൊന്ന് പ്രയോഗിക്കാൻ. ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ വായ ആ ട്രഷറിന്റെ വാതിലായി മാറാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഉയർത്തിയ കൈകൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കൈ ആ ട്രഷറിന്റെ വാതിലാകാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ നൂലിനകത്തൂടെ പോലും ആ ട്രഷർ വ്യാപരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ നിഴലിനകത്തൂടെ അത് വ്യാപരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ചെറിയ ശബ്ദ തരംഗങ്ങൾക്കകത്തൂടെ ആ ട്രഷർ സഞ്ചരിക്കാൻ തയ്യാറാണ്. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആ കൈയുടെ ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. അതിനകത്തൂടെ വ്യാപരിക്കുന്ന ഒരു മെഗാ പവർ, അതിനകത്തൂടെ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുടെ വ്യാപാരം ഉപയോഗിച്ചേ പറ്റൂ. ഒത്തിരി അഭിഷിക്തന്മാരുണ്ട് ഇതിനകത്ത്. നമ്മുടെ അഭിഷേകത്തെ ശരിക്കും നമ്മളൊന്ന് അനുവദിച്ചാൽ, നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാലും ഈ അഭിഷേകം ഈ പട്ടണം മൊത്തം വളഞ്ഞുകൊണ്ടിരിക്കും യേശുവിന്റെ നാമത്തിൽ. ആഫ്രിക്കയിൽ ഒരു വലിയ കൂട്ടം മന്ത്രവാദികളുടെ ഏറ്റവും കൂടുതൽ മന്ത്രവാദം നടക്കുന്ന ഇടമാണ്. മന്ത്രവാദ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ ഞാൻ ആ പേരുകളൊക്കെ മറന്നുപോയി. ഏത് രാജ്യത്തുനിന്ന്, US നിന്നാണോ ജർമ്മനിയിൽ നിന്നാണോ ഒരു ദൈവദാസൻ ആ ദേശത്തെയും അവിടുത്തെ ലോക്കൽ ചർച്ചിനെ എപ്പോഴും
ഡിസ്റ്റർബ് ചെയ്ത് വഴക്കുണ്ടാക്കി കലക്കമുണ്ടാക്കി പ്രശ്നങ്ങൾക്കകത്താഴ്ത്തി അങ്ങ് ഇറിറ്റേറ്റ് ചെയ്ത് ആ ഏരിയ മൊത്തം ഭരിക്കുന്ന ദുരാത്മാവ് അതിന് വ്യത്യസ്തമായ ഒരു സ്പിരിറ്റുള്ള സഭയെ അവിടെ പൊങ്ങാൻ അനുവദിക്കാതെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ദൈവദാസൻ അവിടെ ചെന്നു, അദ്ദേഹം ഒരു കൺവെൻഷനൊക്കെ നടത്തി. അദ്ദേഹം തിരിച്ചുപോയി. അവിടുത്തെ മന്ത്രവാദികൾ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് മന്ത്രവാദം ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈവിൾ സ്പിരിറ്റുകൾ അവർ പറഞ്ഞതാണ്, അദ്ദേഹം പോയി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൽ വ്യാപരിച്ച ഒരു ദൈവ തേജസ്, ഭയങ്കര വെളിച്ചം വ്യാപരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു എന്നൊരു നാമം ശരിക്കും നിങ്ങൾ താലോലിക്കുന്നുണ്ടെങ്കിൽ, ആ നാമത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മാറിപ്പോയാലും ആ ദേശത്ത് 20 ദിവസം വരെ ആ ഏരിയയിലെ അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിച്ചിരുന്ന അഭിഷേകത്തിന്റെ വെളിച്ചത്തിന്റെ പവർ വ്യാപരിച്ചു കൊണ്ടിരുന്ന പറഞ്ഞ്. ഞാൻ വിശ്വസിക്കുന്നു ഭയങ്കര വെളിച്ചമാണ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നേ. പൂജ നിന്റെ മേൽ വ്യാപരിക്കുന്ന വലിയ വെളിച്ചമാണ്. അമ്മ ബിജോയ്, വലിയ വെളിച്ചം ചുമന്നുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വന്നത്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയാമോ? ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധമില്ലാതാക്കുക. ഇന്ന് രാത്രി ഇവിടുന്നുണ്ട് പറ, ഒരു നിക്ഷേപം എൻ്റെ മേൽ കിടപ്പുണ്ട്. ഞാൻ അറിയാതെ നീ എന്നെ ഒരുപാട് പൊട്ട് കളിപ്പിച്ചു. പക്ഷേ എൻ്റെ മേൽ എൻ്റെ ദൈവം ഒരു വലിയ വെളിച്ചം ഇട്ടിട്ടുണ്ട്. അത് കെടാൻ അറിയാത്ത തീയാണ്. ഇതിനെ അണയ്ക്കാൻ കഴിയത്തില്ല. ഇതിന് കെടാൻ അറിയത്തില്ല. ഒരിക്കൽ കത്തിയാൽ കത്തിയത് തന്നെ. നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന ടാലന്റുകൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നു. 1 ശമൂവേൽ 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, യഹോവ നിന്നെ തൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ. ഒന്ന് പറഞ്ഞേ, എന്തോ പദമാണെന്നറിയാമോ? ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇച്ചീച്ചിയാ. ആ ഇച്ചീച്ചിയായിട്ട് തോന്നുന്നവന് പോലും ഒരു അഭിഷേകം ഉള്ളതുകൊണ്ട് അവൻ അങ്ങനെങ്കിലും തോന്നുന്നേ, അല്ലെ അവൻ അതുപോലും തോന്നത്തില്ല. അവൻ അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അടുത്ത പേടിങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. ഈ ദൂത് കേട്ടോ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇപ്പോൾ എനിക്ക് നിന്റെ അഭിഷേകം വേണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുന്നു, ഇന്ന് എനിക്ക് നിന്റെ അഭിഷേകം വേണം. ഞാൻ നിന്നെ അഭിഷേകം ചെയ്തത് എൻ്റെ പർപ്പസിന് വേണ്ടിയാണ്. നിനക്ക് നിന്റെ വിഷയങ്ങളുമായി കറങ്ങി നടക്കാനല്ല. എൻ്റെ ചില വിഷയങ്ങൾക്ക് എനിക്ക് നിന്നെ ഉപയോഗിക്കാനുണ്ട്, എനിക്ക് നിന്നെ യൂസ് ചെയ്യാനുണ്ട്. അത് കുറേ വർഷമായി ഞാൻ നോക്കി നടക്കുകയാണ്. ചില പർപ്പസോട് കൂടിയാണ് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തത്. നീ അങ്ങ് തോന്നിയത് കൊണ്ട് അങ്ങ് അന്യഭാഷ പറഞ്ഞതല്ല, നിനക്കങ്ങ് എന്തോ വന്നത് കൊണ്ട് അങ്ങ് കൈയടിച്ചതല്ല. നിന്റെ കൈയടിക്കകത്ത് സൈന്യങ്ങളുടെ യഹോവയുടെ നല്ല വ്യക്തമായ പ്ലാനുകളുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ബ്ലഡ് മറ്റു പല റൂട്ടിലും ചലിച്ചു കൊണ്ടിരുന്ന നിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ രക്തമായ പുണ്യാക രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്ത് ആരും ചെറുതായി അവരവരെ തന്നെ കാണരുത്. പരിശുദ്ധാത്മാവിന് നിന്റെ അഭിഷേകത്തെ യൂസ് ചെയ്യാനുണ്ട്, നിന്റെ വായ യൂസ് ചെയ്യാനുണ്ട്, നിന്റെ ശബ്ദത്തെ യൂസ് ചെയ്യാനുണ്ട്. ആരോടോ ദൂത് പറയുന്നു, ചില നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ തലവേദന പിടിപ്പിച്ച് നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ നിന്റെ അപ്പന്മാരെ കടിച്ചു കുടഞ്ഞ ചില പൈശാചിക ശൃംഖലകൾക്കെതിരായി ഇന്ന് രാത്രി നിന്റെ ശബ്ദം എനിക്ക് ആവശ്യമുണ്ട്, നിന്റെ വായ എനിക്ക് ആവശ്യമുണ്ട്, നിന്റെ കൈ എനിക്ക് ആവശ്യമുണ്ട്, നിന്റെ ആയുധങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്, നിന്റെ ടെക്നിക്കുകൾ എനിക്ക് ആവശ്യമുണ്ട്, നിന്റെ ബ്രെയിൻ എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവം പറയാണ്, ശമൂവേലേ ചെന്ന അഭിഷേകമുള്ളവനോട് പറ, തിരുവല്ലായിലെ ചെങ്ങന്നൂരെ അഭിഷേകമുള്ളവരോട്, ഇത് ഓൺലൈൻ ആണെങ്കിലും കാണുന്നെങ്കിൽ ലോകത്തെവിടാണെങ്കിലും അഭിഷേകം എന്നൊരു സംഭവം നിന്റെ മേൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി തമ്പുരാൻ പറഞ്ഞു, ദിസ് ഈസ് എ സീസൺ. ഇത് നിനക്ക് ചിലത് ചെയ്യാനുള്ള സീസണാണ്.
ഇത് നിന്റെ വെസൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന സീസണാണ്. അതുകൊണ്ട് യഹോവയുടെ വചനങ്ങളെ നീ സംസാരിക്കുക. അവനോട് പറയുക, ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ, ഒത്തിരി വായിച്ച് പ്രസംഗിച്ച് പോയിട്ടുള്ള, ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് അവരെ ആക്രമിച്ചു. അവരെ ഈ ആക്രമിക്കുക എന്നുള്ള പദം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമ്മളിങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് വായിച്ചു വിടും. ഈ ആക്രമിക്കുക എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത സംഭവം. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 10 വയസ്സുള്ള കുഞ്ഞിന് ഇപ്പം ഈ ഡോക്ടറെ ആക്രമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഓർക്കാപ്പുറത്തൊക്കെ ചിലപ്പം ആക്രമം വന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരു കൊച്ചു കുഞ്ഞ് ഒരമ്മ കയ്യിലിരുന്ന് എന്തിനോ ഇങ്ങനെ അടിച്ചതാണ്, മൂക്കിന് ചോര വന്നു പോയി. ആ കൊച്ചു കുഞ്ഞാന്നില്ല, അത് ആ കുഞ്ഞ് എവിടെ വാക്ക് കേട്ടുകൊണ്ടുപോയി. ഈ ആക്രമിക്കുക എന്ന് പറയുന്നവൻ വെറുതെ ആക്രമിക്കത്തില്ല, അവൻ ഒരാളുടെ കരുത്തറിഞ്ഞ് ആക്രമിക്കുന്ന സ്പിരിറ്റ്, ഒരാളുടെ മേലുള്ള ചലനങ്ങളെ മനസ്സിലാക്കി ആക്രമിക്കുക. ഞാനിങ്ങനെ പറയുന്നു, ചിലരുടെ പ്രാർത്ഥന ലൈഫിനെ മനസ്സിലാക്കിയിട്ട് അതിനെ ആക്രമിക്കുക, ചിലരുടെ പേഴ്സണൽ ലൈഫിൻ്റെ പ്യൂരിറ്റിയെ മനസ്സിലാക്കിയിട്ട് അതിനെ ആക്രമിക്കുക, ചിലരുടെ കരുത്തറിഞ്ഞിട്ട് ആക്രമിക്കുക. ചില നല്ലപോലെ വർഷിപ്പ് ചെയ്യുന്നവരുടെ കൂട്ടമായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരുടെ ആരാധന തന്നെ ഭയങ്കര അക്രമ അഭിഷേകമുള്ള ആരാധനയാണ്. ആ പദം എനിക്ക് പറയാണ്. അവരവരുടെ ഈ അഭിഷേകത്തിനകത്ത് ആക്രമിക്കുന്നവനെ തിരിച്ചാക്രമിക്കാനുള്ള ഒരു സംഭവം ഞാൻ ഇട്ടിട്ടുണ്ട്. നീ ചെന്ന് അവനോട് പറയണം, നിന്റെ അനോയിന്റിങ് ഒരു സാധാരണ അനോയിന്റിങ് അല്ല. അമാലേക്കർ ഏതെല്ലാം ആയുധങ്ങൾ എടുത്ത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി പ്രയോഗിച്ചിട്ടുണ്ടോ അതിനെ മുഴുവൻ നിർമൂലമാക്കാൻ കഴിയുന്ന ഒരസാധാരണ അഭിഷേകമാണ് ഞാൻ ഈ 250 ശെക്കൽ വടനത്തൊലിയും മൂരും സുഗന്ധലവംഗങ്ങളും ചേർത്ത് സമാസമം ഇടിച്ച് പിടിഞ്ഞവന്റെ തലയിൽ എൻ്റെ പ്രവാചകൻ നിമിത്തം ഒഴിച്ച് ആ തൈലത്തിനകത്തൂടെ മേൽ വ്യാപരിച്ചത്. തലയിൽ വീണത് തൈലമാണെങ്കിലും അകത്ത് കയറിയത് കുറെ വെപ്പൺസാണ്. ഞാനിങ്ങനെ പറയുന്നു, ഇന്ന് ചിലരുടെ അഭിഷേകത്തിനകത്ത് ഭയങ്കര വെപ്പൺസ് ഉണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ ആക്രമണ അഭിഷേകമുള്ളവരായിരിക്കും. അത് ഏതൊക്കെ രീതിയിൽ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. ചിലവരെ അഭിഷേകം സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കും, ആക്രമിക്കേണ്ടതിനെ ആക്രമിക്കും. പൈശാചിക മേഖലകൾക്ക് നേരെ ആക്രമണമുണ്ട്. ഇനി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വിഷയം ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം അതെനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ ഞാനൊക്കെ വായിച്ചു പോയിക്കോളാം. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രവാചക, നീ ചെന്നിട്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോവുക. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, തിരുവല്ലയിലെ YWCയിലെ ഇതല്ലേ, അവിടേക്ക് പോവുക. എനിക്കങ്ങനെ പ്രകാശിച്ച പോലെ തോന്നിയതാണ്. ഇനി അത് സ്വീകരിക്കുന്ന പോലെ ഇരിക്കും. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. നീ ചെന്നിട്ട് നായക എന്നുകൊണ്ട് വിളിക്കണം. എനിക്ക് അവൻ്റെ തല ആവശ്യമുണ്ട്. അവൻ്റെ തലയിലോട്ട് നീ ആ തൈലം അങ്ങ് ഒഴിക്കണം. ഇദ്ദേഹം അവിടെ ചെന്നു. പറയുന്ന പോലെ കേൾക്കുന്ന അഭിഷേകമുള്ളവർക്കാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇദ്ദേഹം ചെന്ന് ആ മുറിക്കകത്തോട്ട് കയറിയിട്ട്, ഭയങ്കര ആത്മാവിൻ്റെ പ്രവർത്തനമുള്ളവരുടെ രീതികൾ വ്യത്യസ്തമാണ്. പെട്ടെന്ന് പറഞ്ഞു, ഞാനാണ് നീ തിരയുന്ന മനുഷ്യൻ. യേഹൂവിനെ തിരക്കിയത്. യേഹൂ ഞാനാണെന്ന് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ 7-ാമത്തെ വാക്യം, എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഈസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനനായ ആഹാബിൻ്റെ ഗൃഹത്തെ നീ സംഹരിച്ചു കളയണം. അതിനു മുമ്പ് ചെയ്ത കാര്യം എന്നറിയാമോ? ആ തൈലം അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത്, എവിടെ ഇരിക്കുന്നു എന്ന് നോക്കി അകത്ത് എന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച ഉൾമുറിയിലേക്ക് കൊണ്ടുപോവുക. പിന്നെ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു.
ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ഒരു വലിയ സബ്ജക്റ്റാണ്. എന്തോ ഒരു മേഖലയിൽ തിരിച്ചടിക്കാനായി ഈ രാത്രി ദൈവം ആരോടൊക്കെയോ സംസാരിക്കും. എവിടൊക്കെയോ ഒരു തിരിച്ചടി നടത്തിയാലേ പറ്റൂ, അതല്ലെങ്കിൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു ആത്മമേഖലയിലെ അടിയാണ്. അത് മനസ്സിലാക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷേകത്തിന് ഒരാക്രമണ നേച്ചറുണ്ട്. അത് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതങ്ങോട്ട് കഴിഞ്ഞിട്ട് 11ാമത്തെ വാക്യം, യേഹൂ തന്റെ യജമാനന്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുത്തൻ അവനോട് എന്താകുന്നു വിശേഷം. ഈ അഭിഷേകം പ്രാപിച്ചു പോകുന്നവരോടെല്ലാം ചിലർ വിശേഷം ചോദിക്കും. എന്താകുന്നു വിശേഷം? അടുത്ത വേടാ ഭയങ്കരം. ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നത് എന്തിനാ? ദൈവം നിയോഗിച്ചയച്ച പ്രവാചകൻ, കൊമ്പിൽ തൈലം നിറച്ചു കൊണ്ടുവരുവന്റെ തലയിലൊഴിക്കാനായി നിയോഗത്തോടെ വന്നവൻ. അവനെ വിളിക്കുന്ന പദം കേട്ട ഭ്രാന്തൻ. അയ്യോ, അങ്ങനെയൊക്കെ വിളിക്കുന്നത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സ്വത്രം. ഒരാൾ കൈപൊക്കി മർമ്മം മനസ്സിലായി. കാരണം അങ്ങനെ ചുമ്മാ ഒരാളെ വിളിക്കുകയാണ്. ഈ വിളിച്ചത് അവന്റെ കൈക്കീഴി നെടുന്നേറ്റവൻ, ഒരു രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്തവനാ. ഞാനൊരു പ്രൊഫസി പറയാം. ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ലാത്ത ചിലർ ഈ മീറ്റിങ്ങിനകത്ത് എഴുന്നേൽക്കും. യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പേര് ഇതിനകത്ത് ഒരാടമേൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് ചിലരുടെ പേര് ഇന്റർനാഷണലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. ആ ഭ്രാന്തൻ എന്തിനാണ് വന്നത്? സ്തോത്രം. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യും. ഒത്തിരി ആത്മീയ ടെക്നിക്കുകളുണ്ട് ഈ വെളിപ്പാടുകൾക്ക് പിന്നിൽ. ഞാനത് പറയാൻ വരുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും. 1 രാജാക്കന്മാരുടെ പുസ്തകം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. വേഗം നമ്മൾ നിർത്തും. 3ാമത്തെ അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന വിഷയം ഏത് പർപ്പസിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക കൂടി ചെയ്താൽ എന്തോ കർത്താവ് എന്ന് ചെയ്യാൻ പോകുന്നതിന് മർമ്മം മനസ്സിലാകും. അതിന് 3ാമത്തെ അധ്യായമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 3ാമത്തെ അധ്യായം. ആമേൻ. 4ാമത്തെ വാക്യം. രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അപ്പൊ ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു വന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോൾ ഈ മീറ്റിങ്ങിന്റെ റിസൾട്ട് വീട്ടിൽ പോയി ഉറങ്ങുമ്പോഴായിരിക്കും വെളിപ്പെടുന്നത്. ഇതിനകത്ത് കൈയടിച്ച് ആരാധിച്ചതിന്റെ റിസൾട്ട് വീട്ടിൽ ചെന്ന് ഉറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫീല് പോലും ചെയ്യുന്നത്. ഇത്രയും ആടുമാടുകളെ അറുത്ത് രക്തമൊഴുക്കിയിട്ടും ഒന്നും തോന്നാതെ, അന്നൊന്നും തോന്നത്തില്ല. എന്തോ ചെയ്തു സന്തോഷത്തോടെ പോയി തിരിഞ്ഞു കിടക്കുമ്പോൾ ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. 5ാമത്തെ വാക്യം കംപ്ലീറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്: നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. എന്തോ വേടാ? നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആരെങ്കിലും ഒക്കെ മനസ്സിലാക്കുന്ന എനിക്കറിയത്തില്ല. നിനക്ക് എന്തോ ഒന്ന് വേണമെന്ന് കർത്താവിന് മനസ്സിലായി. എന്തോ ഒന്ന് വേണ്ടിയിട്ടാണ് നീ യാഗം കഴിക്കാൻ വന്നത്. ഇന്ന് രാത്രി പിറവത്തു നിന്നും അഖിൽ ഇവിടെ വന്നിരിക്കുന്നു. എന്തോ ഒന്ന് വേണമെന്നും പറഞ്ഞു തന്നെയാ വന്നത്. ഡോക്ടർ, ഈ മീറ്റിംഗ് നടത്തുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഇതിനകത്ത് വന്ന മുഴുവൻ പേർക്കും എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. പക്ഷെ കർത്താവ് പറയുന്നു, എന്തോ ഒന്ന് നിനക്ക് വേണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവ് പറയുന്നു, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, ആ സംഭവം ഞാൻ മോനെ വേണോ? എന്തെങ്കിലും ഒന്ന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വേണോടാ? വേണം, കൊണ്ടുവന്നിട്ടുണ്ട്.
പുള്ളിക്കൊന്നും മനസ്സിലായി, വേറെ ലോകത്തില്ല. എന്നാലും കർത്താവ് കൊണ്ടുവന്ന് തരുമെന്നേ. സ്വത്രം. ഈ മീറ്റിങ്ങിനകത്ത് ഒരു ജനറേഷന് കൊടുക്കാനുള്ള എന്തോ ഒരു സംഭവം കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കൈ ഉണ്ടോ ഇരിക്കുന്നേ? അതും പിടിച്ചോണ്ട് കർത്താവ് പറയുക, ശലോമോനെ ചോദിച്ചോ. ഉറക്കത്തിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് പറയുന്നത്, ചോദിച്ചോ. ഈ സീസണിൽ നിന്റെ കയ്യിൽ കേറേണ്ട ഒരു സംഭവം ഈ മീറ്റിങ്ങിനകത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നോട് കർത്താവ് പറയുന്നു, അത് കൈപ്പറ്റാൻ വന്ന ചിലർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തരാതെ കർത്താവ് ഇവിടെ നിന്നും പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നാളുകളായി ഒരു രാജാക്കന്മാർക്കും കൊടുത്തിട്ടില്ലാത്ത ഒന്ന്, ഇന്ന് വരെ രാജ്യം ഭരിച്ച തന്റെ അപ്പനായ ദാവീദിന് പോലും കൊടുത്തിട്ടില്ലാത്തത്, ഇതിനു മുമ്പ് ന്യായപാലനം ചെയ്ത ആർക്കും കൊടുത്തിട്ടില്ലാത്തത്, അബ്രഹാമിന് കൊടുക്കാഞ്ഞത്, യാക്കോബിന് കൊടുക്കാമ, ഇസഹാക്കിന് യാക്കോബിന് കൊടുക്കാഞ്ഞത്, ഒന്നാം മനുഷ്യനായ ആദമിന് കൊടുക്കാഞ്ഞത്, ഏനോസിന് കൊടുക്കാഞ്ഞത്, ശേത്തിന് കൊടുക്കാഞ്ഞത്, ഒരു മനുഷ്യർക്കും കൊടുക്കാത്ത എന്തോ ഒന്ന് ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു. ഈ തിരുവല്ലയിൽ ആരുടെയും കയ്യിൽ പിടിക്കാൻ കൊടുക്കാൻ ദൈവത്തിന് തോന്നിയിട്ടില്ലാത്ത എന്തോ ഒന്ന് ഈ മീറ്റിങ്ങിനകത്ത് ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൈപ്പറ്റാൻ ഈ പട്ടണത്തിൽ തയ്യാറുള്ളവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ പറയുന്നു, അത് കർത്താവ് തിരിച്ചു കൊണ്ടുപോകത്തില്ല. അത് തിരിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുവന്നതല്ല. അത് കൊതിക്കുന്നവരുടെ തല കർത്താവ് കണ്ടു കഴിഞ്ഞു. അത് കൊതിക്കുന്നവനെ കണ്ടു കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ വീടിനകത്ത് ദൈവം ഇറങ്ങിയിട്ട് അത് സെറ്റ് ചെയ്തിട്ടല്ലാതെ ഈ നേരം വെളുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത് ദൈവത്തിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ആരാധന ഒട്ടും കുറയ്ക്കേണ്ട, പർപ്പസ്ലി ആരാധിക്കണം. എനിക്ക് അന്യഭാഷയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ മനഃപൂർവ്വം ആരാധിക്കുമായിരുന്നു. കാരണം ഞാൻ മനഃപൂർവ്വം പാപം ചെയ്തിട്ടുള്ളവരാ നമ്മളെല്ലാവരും. മനഃപൂർവ്വം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്ത ശരീരമാണ്. പിന്നെ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ഇൻസ്പിറേഷനും ഇല്ലാതെ തന്നെ ചലിപ്പിക്കാൻ ഞാൻ അങ്ങനെ വെറുതെ കൈയടിച്ചിട്ടുണ്ട്. ഒരു ദിവസം വെറുതെ ഇരുന്ന് കൈയടിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ കേരളത്തിൽ ഞാൻ 2001 രക്ഷിക്കപ്പെട്ട് 2002 നാട്ടിൽ വന്നിട്ട് വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൺവെൻഷൻ നടക്കുക. കൺവെൻഷൻ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഫ്രണ്ടിലുണ്ട്. എൻ്റെ മൂത്ത മകൾക്ക് പെട്ടെന്ന് ദാഹം തോന്നി. അവൾ വെള്ളം കുടിക്കണം. അവൾ ആ ഫ്രണ്ടിൽ നിന്നിട്ട് അവൾ ആ റോഡിൽ കൂടെ വന്നിട്ട് തൊട്ടടുത്ത വീട്. അപ്പം ഞാൻ ആ മുറിക്കാതിരിപ്പുണ്ട്. എനിക്ക് എങ്ങനെയും അങ്ങ് ഗൾഫിൽ തിരിച്ചു പോയാൽ മതി, ജോലി ചെയ്യാനല്ല. അങ്ങ് മടുത്തു, മനസ്സെല്ലാം അങ്ങ് ഭയങ്കര നമ്മൾ ക്ഷീണിപ്പിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടല്ലോ. ഒത്തിരി അങ്ങ് തളർന്നങ്ങനെ മുറിക്കാത്തങ്ങ് ഇരിക്കുക. കംപ്ലൈൻറ്റ് വന്ന് കർത്താവിനോട് പരാതി പറഞ്ഞ് അന്യഭാഷയില്ല, പാട്ടുമില്ല, സ്വത്വവും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ശൂന്യനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിറുപിറുത്ത് എത്ര എന്നെ വിളിച്ചത്, അങ്ങ് കൊന്നുകളയത്തില്ലായിരുന്നു, ആ പോയ പോക്കിൽ അങ്ങ് തീർന്നേനല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കുഞ്ഞ് കഥകും തുറന്നുകൊണ്ട് കയറി വന്നിട്ട് ഈ എൻ്റെ മുറി കൂടെ കയറിയാണ് അവൾ കിച്ചണിലോട്ട് പോകുന്നത്. സൂക്ഷിച്ച് നോക്കിയോ ചാച്ചനോട് ഇരിക്കുകയാണോ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, പോ, നമുക്കറിയാമല്ലോ ഈ ആകെ ഔട്ടായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പോ തീയതി ഇപ്പം ഇങ്ങോട്ട് വന്നേ. അപ്പോൾ അവൾക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ മനസ്സിലാകുന്ന മക്കൾക്കായി സ്തോത്രം. ആമേൻ. ചില അമ്മമാരെ അപ്പന്മാരെ ഒന്നും ചില പിള്ളേർക്ക് ഒരു പിടിയില്ല, ഇന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. അപ്പം എവിടെങ്കിലുമൊക്കെ അവർ ഡള്ളാകുമ്പോൾ ചുമ്മാ അന്നേരം എൻ്റെ കർത്താവേ എന്നൊന്ന് മാറി എന്ന് വിളിച്ചാൽ ആ സ്പോട്ട് ചിലപ്പോൾ അവർ രക്ഷ പ്രാപിക്കും, അവർ അസ്വസ്ഥത മാറും. അപ്പോൾ എന്തോ അങ്ങനെ കൊച്ചു പ്രായത്തിലെ പിള്ളേരുടെ തലേ കൈവച്ച് അവർ ചിലപ്പോൾ എന്തിനാ കറക്കുന്നതെന്ന്. കർത്താവേ കൊടുക്കണേ, ദൈവമേ വെളിപ്പെടണമേ. ഏതായാലും അവൾ ആ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, അവേ യേശുപ്പായെ, ചാച്ചൻ ഒത്തിരി വിഷമിച്ചിരിക്കുന്നു, എന്താ ഞാൻ ചാച്ചനോട് പറയേണ്ടത്? പെട്ടെന്ന് സ്പോട്ടിൽ ദൈവം സംസാരിക്കും അവരോടൊക്കെ. അവള് പറഞ്ഞു, ഇറങ്ങിയിട്ട് പറഞ്ഞു, ഒരു ദൂതൻ, കർത്താവിൻ്റെ ഒരു ദൂതൻ ചാച്ചൻ്റെ അടുക്കൽ ഇപ്പോണ്ട്, കൈയടിക്കാൻ പറഞ്ഞു. ഞാൻ പോവാ കൈയടിക്കാനും. അവളൊക്കെ പോയി. നമ്മള് ദേഷ്യപ്പെട്ട് എല്ലാം അവസാനിപ്പിക്കാനിട്ടിരിക്കുക. ഇനി കൈയടിക്കാന്ന് കുഴപ്പമേ ഉള്ളൂ, ഇത്രയും നാൾ അടിച്ചൊന്നും പോരെ. ഞാൻ ഒരു കൈയടി തുടങ്ങിയാൽ പിന്നെ അവിടെ ഇരിക്കുന്നൊരു 10 ബാങ്കിൽ കീറിപ്പോ, അതുപോലെ പരിപാടിയാ. പിന്നെ സ്തോത്രം, ഓരോരുത്തരുടെ അഭിഷേകം വ്യത്യസ്തമാണല്ലോ. സ്തോത്രം. അന്ന് ന്യൂഡിയ ചർച്ചിലൊക്കെ കിടന്ന് 2002 കിടന്ന് ചാടി പാരണ്ട് അറിയുന്നു, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവന.
നമ്മൾ ചാടി മറിയുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ സാധനം ഇട്ട് തരുന്നുണ്ട്. ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞായിരിക്കും അത് വെളിപ്പെടുന്നത്, ചിലപ്പോൾ 15 വർഷം കഴിഞ്ഞായിരിക്കും വെളിപ്പെടുന്നത്. അപ്പൊ ഇപ്പോഴേ സ്വീകരിച്ചോണം, എപ്പോഴാണെന്നറിയത്തില്ല ഈ സംഭവം വെളിപ്പെടുന്നത്. തിരിച്ചറിയുന്നവർക്കായി സ്വോത്രം. നമ്മൾ ഈ കൊണ്ടുവരുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞിരിക്കും. ചിലപ്പോൾ കൊണ്ടുവന്ന് കിട്ടിക്കഴിഞ്ഞാലും അപ്പോഴൊന്നും മനസ്സിലാവത്തില്ല കിട്ടിയത് എന്താണെന്ന്. കുറെ നാള് കഴിഞ്ഞേ മനസ്സിലാവത്തുള്ളൂ. എന്തായാലും കുഞ്ഞു പോയി. ഞാനിങ്ങനെ ഇരുന്ന് കുറെ നേരം ഇരുന്ന് നമ്മുടെ ഭാഷയിൽ തന്നെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ചിലർക്കുണ്ടാവുന്ന അനുഭവങ്ങളാ. ഇനി എൻ്റെ കയ്യടിയുടെ കുറവാണെങ്കിൽ അന്നാ പിന്നെ അടിച്ചേക്കാം. രണ്ട് കൈ കൊണ്ട് വെച്ചില്ല, പിടിച്ചോ, ഒന്നുകൂടെ അടിച്ചു തീർന്നല്ലോ കയ്യടി. എനിക്ക് ഒന്നുകൂടെ അടിക്കണമെന്നൊക്കെ തോന്നി. എന്തോ അതാ സാധനം. അതുവരെ ഒന്നും തോന്നാതിരുന്ന എനിക്ക് ഒന്നുകൂടെ തോന്നി, ഒരടിയുടെ അടിച്ചു. അപ്പൊ എനിക്ക് പിന്നെ അടിച്ചിട്ട് നിർത്താൻ പറ്റും. ഈ പിന്നെ കണ്ടറിയോ, ദൂതന്റെ പരിപാടി എടുത്തിട്ട് മടലടിക്കുന്ന പോലെ എൻ്റെ കൈ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. അവസാനം കൈ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ എന്റെ കൈ ഒടിച്ചു പോകുന്നു പറഞ്ഞു. അവസാനം എനിക്ക് തോന്നിയ കട്ടിലൊക്കെ ഒറ്റ വിരളെ പൊക്കിയെടുത്ത് മറിച്ചിടണമെന്ന്. അയ്യോ ആ മുറി, അത് പണ്ടത്തെ തമിഴ്നാട്ടിലെ മേശിരിമാർ വാർത്തത് കൊണ്ട് ഇളകിയില്ല. ചാവേട്ടി ഞാൻ വിളിയ പന്ന പിശാചേ, നീ കുറെ നേരമായി, നിനക്ക് നാരായണനെ തളർത്തണമല്ലടാ. ഇന്ന് ചിലരുടെ അഭിഷേകത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആക്രമണം പുറത്തെടുക്കണം. നീ ഡള്ളായിരിക്കുമ്പോഴാണ് ആക്രമണത്തിന്റെ പവർ വ്യാപരിക്കേണ്ടത്. നീ ഡള്ളായിരിക്കുമ്പോഴും നിന്നെ അങ്ങ് തകർത്തൊന്നുമല്ലാതാക്കി കളയാൻ നോക്കുമ്പോഴാണ് ഈ സംഭവം സൈലന്റ് ആയിട്ട്. ആവശ്യമുള്ളപ്പോഴേ ആഹാരം കഴിക്കത്തുള്ളല്ലോ. ഇനി ചുമ്മാതെ ചവയ്ക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഹലോ, വെറുതെ ഹോട്ടലിൽ കയറി അന്നാ ചവച്ചേക്കാം, അങ്ങനെ ആരെങ്കിലും ഇരിക്കുമോ? ഇരിക്കത്തില്ല. അവന്റെ മുമ്പിൽ ഒരു പ്ലേറ്റിന്റെ അകത്ത് അല്ലേ അപ്പുറത്തെ പ്ലേറ്റ് കണ്ടെന്ന് പറഞ്ഞൊന്നും ചവ വരത്തില്ല. സംഭവം നമ്മുടെ പ്ലേറ്റിലോട്ട് വരുന്നു, കൈ എവിടേക്ക് വരുന്നു. അപ്പോഴും കൈ വരുന്നതിനനുസരിച്ച് ആ വായും ഒക്കെ വായിലോട്ട് വരുമ്പോഴത്തെ അല്ലേ സ്വത്ര. ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടല്ല സംഭവിക്കുന്നേ. എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും പ്രാക്ടീസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്ന്. ഇതൊക്കെ ഇൻബിൽറ്റായ സംഭവമാണ്. നമ്മുടെ അഭിഷേകത്തിനകത്ത് ഇൻബിൽറ്റായി ഒത്തിരി സംഭവമുണ്ട്. എടുത്തൊക്കെ പ്രയോഗിച്ചോണം. പൗലോസിനെയും ശീലാസിനെയും അടിച്ച് ശരീരം മുഴുവൻ തളർത്തിയപ്പോഴും മൗനമായിരുന്ന ദൈവം. ചില ആക്രമണ അഭിഷേകമുള്ളവരെ കർത്താവ് ചിലപ്പോ ശ്രദ്ധിച്ചില്ലെന്ന് വരും. എന്താ ഞാൻ പറഞ്ഞേ? ശ്രദ്ധിച്ചില്ലെന്ന് വരും. വലിച്ചിഴച്ച് ഒന്ന് കുറയും 40 അടി പലവട്ടം അടിച്ച് ശരീരം മുഴുവൻ പൊട്ടി ചോര ഒഴുകുമാറാക്കി. പക്ഷെ പരാതിയില്ലാത്ത അദ്ദേഹത്തിനറിയാം, there is a treasure in me. എൻ്റെ അകത്തൊരു സാധനം കിടപ്പുണ്ട്, എൻ്റെ അകത്തൊരു നിക്ഷേപം കയറിയിട്ടുണ്ട്. അത് പിൻവലിക്കപ്പെടാത്ത നിക്ഷേപമാണ്, അത് അപഹരിക്കപ്പെടാത്ത നിക്ഷേപമാണ്. ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, ദൈവം നമ്മുടെ മേലിട്ട നിക്ഷേപത്തെ കൈവെക്കാൻ ആ പിശാചിന് അത് കൈ നീട്ടാൻ പറ്റാത്ത വിധം, അതിലോട്ട് കൈ നീട്ടാൻ പറ്റത്തില്ലെന്നേ. ഗ്യാസിൽ തീ കത്തിച്ച് അവൻ എന്തെങ്കിലുമൊക്കെ പാകം ചെയ്യും. ഇന്ന് വരെ അവൻ എന്ന കൈകൊണ്ട് ആ തീ അങ്ങ് കെടുത്താമെന്ന് പറഞ്ഞ് ആര് കെടുത്തിയ ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. അവർക്കറിയാം ഇത് തീയാണ്, കളിച്ചാൽ പൊള്ളും. അങ്ങനെ ഒരു അറിവ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ, അത് ഈ ലോകത്തിലെ തീയാണെങ്കിൽ, ഒരിക്കലും കെടാൻ അറിയാത്ത ദൈവത്തിന്റെ ഗ്ലോറിയസ് ഫയറിനെ പിശാചിനും നല്ലതുപോലെ അറിയാം. ഇതിനോട് കളിക്കാൻ പാടില്ല. ഇത് പൊള്ളുന്ന തീയാണ്. ആമേൻ. ഒരു തടവറയ്ക്കകത്തോട്ട് കയറി എവിടൊക്കെയോ പല ഫീലിങ്ങുകളുള്ളവരാ. നിശ്ചയമായിട്ട് നമ്മളെ പോലൊക്കെ ഭാരങ്ങൾ ഉണ്ടാവും, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണും. പക്ഷെ അതിൻ്റെ നടുവിലും ഇടയ്ക്കൊക്കെ ടയർഡായാൽ, ക്ഷീണം തോന്നിയാൽ, ശത്രു സൈലൻ്റായിട്ട് ആക്രമിച്ച് നിന്റെ ഒരു രാത്രിയോ ഒരു മിനിറ്റോ ഒതുക്കി കളയാൻ നോക്കുമ്പോൾ സൈലൻ്റായിട്ട് തന്നെ ദൈവം തുടങ്ങും. വാ, സൈലൻ്റായിട്ട് എന്തോ പാട്ടാ പാടിയതെന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ ഇതങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോഴേ പിശാചിന് മനസ്സിലായി, ഇവന്മാരിന്ന് ഇത് മൊത്തം പൊളിക്കും. ഹലോ, പുള്ളി ആകുന്ന നോക്കി തടുക്കാൻ, തൂണെ കെട്ടിയിട്ട് അടിച്ചത് മുഴുവൻ തടയാനാ.
നമ്മുടെ ഡള്ളാക്കിയത് മുഴുവൻ തടയാനാ. പക്ഷെ എത്ര ഡള്ളാക്കിയാലും എവിടെയും ഒരു പോസ്റ്ററോ വാട്സപ്പോ മീറ്റിങ്ങിൻ്റെ അത് കണ്ടാൽ വലിഞ്ഞ് വന്ന് കയറിയ കസേരയിലങ്ങ് ഇരിക്കും. ഓ മിണ്ടുന്നില്ലാരും. അന്നേരം പിശാചിനറിയാം ഒന്നുകിൽ കൊണ്ടടക്കണം. ഇനി അടക്കിയാലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ചില 4 ദിവസത്തിന്റെ ചരിത്രമേ ഉള്ളൂ പിശാച് കണ്ടത്. അവനറിയാം ഇനി 400,000 വർഷമായാലും പൊക്കിയെടുത്തോണ്ട് പോകാൻ കരുത്തുള്ള ഒരു കർത്താവ് ഉള്ളിടത്തോളം കാലം കൊന്ന് കല്ലറയിൽ വെച്ചാലും പിശാചിന് അസ്വസ്ഥതയാണ്. അഭിഷേകമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ചില ലോക്കപ്പുകളെ പൊളിക്കാൻ, ചിലരെ നാളുകളായി ലോക്ക് ചെയ്ത ചില മേഖലകൾ നീ നിമിത്തം പൊളിയേണ്ടതിന് പരിശുദ്ധാത്മാവ് നിന്റെ ട്രഷർ തുറക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എന്റെ അഭിഷേകത്തെ തിരുവല്ലയ്ക്ക് വേണ്ടി ഒന്ന് തുറക്കണമേ, എന്റെ അഭിഷേകത്തെ ഭാരതത്തിന് വേണ്ടി ഒന്ന് തുറക്കണമേ. ഞാൻ പറയുന്നു, ഇത് ഏറുപടക്കമല്ല നമ്മുടെ മേലിരിക്കുന്നത്. ആ ഏറുപടക്കത്തിന്റെ അഭിഷേകമല്ല ഇത്, അത് പിശാചായിരുന്നു ഉപയോഗിച്ചത്. പക്ഷേ ഇന്ന് രാത്രി നിന്റെ മേലിരിക്കുന്ന ട്രഷർ അതൊരു രാജ്യത്തെ മുഴുവൻ പിടിക്കാൻ ഭാഗമുള്ളതാണ്. ഒരു രാജ്യത്തെ മുഴുവൻ പിടിക്കാൻ ഭാഗമുള്ളതാണ്. ഓ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സുകൊണ്ടെന്ന് പറഞ്ഞ്, എന്റെ അഭിഷേകം ചെറുതല്ല, എനിക്ക് ക്രൂശീകരണമുണ്ട്, എന്നെ തൂണിൽ കെട്ടിയിട്ടിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ പരിക്കുകളുണ്ട്, എന്റെ കണ്ണുനീരൊഴുകുന്നുണ്ട്, എന്റെ മനസ്സിടിയുന്നുണ്ട്, എന്റെ ഹൃദയം തളരുന്നുണ്ട്. പക്ഷേ എന്റെ അഭിഷേകം, ഓ എന്റെ അഭിഷേകം അടങ്ങിയിരിക്കുന്ന അഭിഷേകമല്ലേ. ശലോമോനെ, നീ ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിങ്ങിൽ ഒന്ന് കഴിഞ്ഞിട്ട് പിടിച്ചേ, ഞാൻ നിന്റെ കയ്യിൽ അത് വെച്ച് തരും. ഇതും കൊണ്ടല്ലാതെ ഈ ഹോള് വിട്ട് നീ വെളി പോകത്തില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. കർത്താവേ, ഈ വചനം ഈ ദൈവദാസനെ കൊണ്ട് ഈ തിരുവല്ലയിൽ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ള സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതാണ്. ഇന്ന് അതില്ലാതെ ഞാൻ വീട്ടിൽ പോകത്തില്ല. എനിക്കത് കിട്ടിയേ തീരും, എനിക്കത് കിട്ടിയേ തീരും. എനിക്കില്ലാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ശലോമോനെ, നിനക്ക് ഈ രാജ്യത്തെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിനക്ക് നിന്റെ നാട്ടുകാരെ ഫേസ് ചെയ്യണമെങ്കിൽ, അടുത്ത ഒരു ജനറേഷനെ നിനക്ക് ഫേസ് ചെയ്യണമെങ്കിൽ, ഇന്ന് ഞാൻ കൊണ്ടുവന്നത് നിന്റെ കയ്യിൽ കിട്ടാതെ പറ്റത്തില്ല. ആരെയൊക്കെയോ ഇത് രാത്രിയിലെ മീറ്റിങ്ങിനകത്ത് ഏതൊക്കെയോ ഉന്നതമായ ഏരിയകളിൽ കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് കാണുന്നുണ്ട്. ചിലരുടെ അഭിഷേകത്തിന് പ്രത്യേക പവർ ആയിരിക്കും, പ്രത്യേക നിയോഗമായിരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന പോലല്ല. നീ കണ്ടത്, നീ മുട്ടുകുത്തിയിരുന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ നിന്റെ തലയിൽ കുറച്ച് തൈലമൊഴിച്ചിട്ട് പോയി. നീ പാറപ്പുറത്ത് ഒരു തമ്പുരവും വീട്ടിക്കൊണ്ട് യഹോവയുടെ മനോഹരത്വം കാണുവാനെന്ന് പാട്ടുമൊക്കെ പാടിയിരുന്ന് ആടിനെ പിടിക്കാൻ വരുന്ന കരടിയുടെ മീതെ എടുത്തു ചാടി അത് തൻ്റെ നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുന്ന ഇടത്ത്, ഈ മീറ്റിങ്ങിന് വന്ന ഇടത്ത് ഇവിടുത്തെ പിശാചുക്കൾ ഏതെങ്കിലും ഒരാളെ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ വെറുതെ പോവരുത്. അതിനെ തിരിഞ്ഞു നോക്കണം, ആത്മാവിനെ തിരിഞ്ഞു നോക്കണം. നീ ഇതുവരെ പലതിനെ നോക്കിയിട്ട് കടിച്ചു കൊടഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ നോട്ടം നിനക്ക് എന്നേക്ക് കിട്ടുന്ന ഒരു പണിയായിരിക്കും. നീ കുറെ നാൾ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഓ ഇന്ന് രാത്രി ചിലരുടെ ട്രഷർ ആക്രമിക്കുന്ന അഭിഷേകം. ഒരുപാട് പേരെ കണ്ണുനീര് കൊടുപ്പിക്കുന്ന ഈ ഡോക്ടറെ പോലെ ഒരുപാട് പേരെ അടുത്ത 2 ദിവസത്തിനകം തീർത്തു കളയും. ഏതെങ്കിലും ഫാനിന്റെ കൊളുത്തിൽ കൊന്നുകളയുമെന്ന് പറയുന്ന ആ വീടുകളെ ടാർഗറ്റ് ചെയ്യുന്ന അഭിഷേകം ചുമക്കുന്ന എത്ര പേരുണ്ട് ഈ പട്ടണത്തിൽ? പിശാച് ഉന്നം വെച്ച പലതിനെയും അവന്റെ പല്ലിനിടയിൽ നിന്ന് പറിച്ചെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് കയറിയിരിക്കുന്ന മുഴുവൻ പേരും ദൈവത്തിന്റെ തീയുടെ ട്രഷറുള്ളവരാണ്. ശലോമോനെ, ഒരു സാധാരണ ലീഡർഷിപ്പിലല്ല ഞാൻ നിന്നെ നിർത്താൻ പോകുന്നത്. ഡോക്ടർ, ഒരു സാധാരണ ലെവലിലല്ല ഞാൻ നിന്നെ നിർത്താൻ പോകുന്നത്. അഭിഷിക്തന്മാരെ,
ഒരു സാധാരണ കയ്യടി പാട്ടുമായി ഏതെങ്കിലും 4 കെട്ടിന്റെ സഭയ്ക്കകത്ത് അമ്മ 10-20 പേരുടെ കൂടെ കൈയടിച്ച് പാട്ടും പാടി അവസാനം 2 മണിക്കൂർ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ചു പോകാനല്ല സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ചിലരെ അഭിഷേകം ചെയ്തത്. നീ ആ ചിലരുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി തയ്യാറായിക്കോ. നിന്റെ കയ്യിൽ എക്സ്ട്രീമായ ഒരു സംഭവം ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു. ശലോമോൻ ഒന്നും മനസ്സിലായില്ല. ശലോമോൻ പറഞ്ഞു, തന്നാലും ഒന്ന് പറഞ്ഞ കർത്താവ് എനിക്കത് തരണം, എനിക്കത് തരണം, എനിക്കത് തരണം. ഡോക്ടർ, നിങ്ങളുടെ ചെങ്ങന്നൂർ ചർച്ചിൽ വെച്ച് ഞാനും ബിജോയും നിൽക്കുന്ന അതേ സമയം ദൈവം തന്ന ലൈനല്ലേ എങ്ങനെയായിരുന്നത്? എങ്ങനെ 2 ലൈൻ പഠിക്കാം. ഇല്ലാതെ പറ്റില്ലേ, ഇല്ലാതെ പറ്റില്ലേ യേശുവേ സാന്നിധ്യം, ഇല്ലാതെ പറ്റില്ലേ, ഇല്ലാതെ പറ്റില്ലേ യേശുവേ നിൻ സാമീപ്യം. കൃപ തോന്നിയതല്ലേ, കൃപ തോന്നിയതല്ലേ എൻ മുൻപേ പോയിടുവാ. കൃപ തോന്നിയതല്ലേ, കൃപ തോന്നിയതല്ലേ എൻ മുൻപേ പോയിടുവാ. കൃപ തോന്നിയത് കൊണ്ടല്ലേ എന്നെ നീ ഇതിനകത്ത് കൊണ്ട് കയറ്റിയത്. എനിക്കിതില്ലാതെ പറ്റത്തില്ല, എനിക്കെന്ത് തരാതെ പറ്റത്തില്ല. ആ നിർബന്ധം കർത്താവിനാണ് നമ്മളെക്കാൾ കൂടുതൽ. ഇത് നിനക്ക് തരാതെ നിന്നെ എനിക്ക് ആ വീട്ടിലോട്ട് വിടാൻ തോന്നുന്നില്ല. ഇന്ന് രാത്രി നിന്നെ ഞാൻ വെറും കൈയായി വിടത്തില്ല. ശലോമോനെ, ഇത് നിന്റെ അപ്പന് പോലും ഞാൻ വെച്ച് നീട്ടിയതല്ല. ഈ തിരുവല്ലായിൽ ആർക്കും വെച്ച് നീട്ടാത്ത ഒന്നാണ് ഈ രാത്രി ഞാൻ നിനക്ക് വെച്ച് നീട്ടുന്നത്. എനിക്ക് നിന്റെ മേൽ വലിയ പ്രതീക്ഷയാണ്, എനിക്ക് നിന്റെ മേൽ വലിയ പ്രതീക്ഷയാണ്. നീ ഇത് വെച്ചോണ്ടിരിക്കത്തില്ല, ഇത് നിന്റെ രാജ്യത്തിന്റെ മേൽ നീ വ്യാപാരം ചെയ്യും. ഓ, ആരെങ്കിലും ഒക്കെ ഒന്ന് സമ്മതിച്ച ഇത് ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഇന്ന് രാത്രി നീ എനിക്ക് തരുന്ന നിയോഗത്തെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോകത്തില്ല. ഇന്ന് രാത്രി നീ എനിക്ക് തരുന്ന നിയോഗത്തെ ഞാൻ കളഞ്ഞു പൊളിക്കത്തില്ല. I am ready to use it. ഭയങ്കര പ്രത്യേകതകളുള്ള ശരീരം ചിലർക്ക് തന്നാൽ, ഹലോ, ഭയങ്കര പ്രത്യേകതകളുള്ള ശരീരം എവിടെങ്കിലും കൊണ്ട് ചെന്നാൽ അടുത്തിരിക്കുന്നവന് ചൂടടിക്കത്തക്ക വിധത്തിലുള്ള ശരീരം. ഓ, ചില നിക്ഷേപത്തിന്റെ ചൂട് ഭയങ്കരമാണ്, ചില നിക്ഷേപത്തിന്റെ പവർ ഭയങ്കരമാണ്. ദൈവദാസൻ മിറക്കിളിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നു, ഇനി മിറക്കിൾ നടക്കാതെ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത മൂവ് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ഒരു വലിയ കൂട്ടത്തെ കർത്താവ് കൂട്ടിച്ചേർത്ത് നിർത്തിയിട്ട് ഒരു മെസ്സേജിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ തൊട്ടങ്ങ് പോവുക. ഒരു വലിയ കൂട്ടത്തെ അവിടെവിടങ്ങളിൽ നിന്ന് വലിച്ചു കൊണ്ടു നടന്നിട്ട് കർത്താവ് അവരെല്ലാം ഒരുമിച്ച് തൻ്റെ പുറകിൽ നിർത്തിയിട്ട് കൊണ്ട് നടന്ന് ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരുന്നു. അവരുടെ ട്രെയിനിങ് ഒക്കെ കേട്ടാൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ അങ്ങ് വല്ലാതെ തോന്നും, അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം. ഭയങ്കര ട്രെയിനിങ്ങാ. പിന്നെ നിന്റെ ഊരി കരണത്തടിച്ചാൽ അയ്യോ കൂടെ നിൽക്കത്തില്ല. പുള്ളിയുടെ ക്ലാസ് ശരിക്കും അറ്റൻഡ് ചെയ്താൽ ഇത്രയും നാൾ തല്ലുകൊണ്ട് സഹിക്കട്ട ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത്. അപ്പം ഇദ്ദേഹം പറയുന്നത്, ഇങ്ങേപ്പുറത്ത് ഒരടി കിട്ടിയാൽ ഒഴിഞ്ഞു മാറിപ്പോവാനല്ല പറയുന്നത്, വിളിച്ചിട്ട് പറയണത് ഇവിടെ കൊടുക്കൊണ്ട് അടിച്ചോളാം. ഒരു തുണിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത്. പുള്ളി പറയാണ്, രണ്ടുള്ളവൻ, ഹലോ, രണ്ടുള്ളവൻ നമുക്ക് എങ്ങനെയാലും മറ്റവൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞ് നടക്കുക. ഇതിന്റെ സിസ്റ്റം വേറെയാണ്. എന്നിട്ടും പുള്ളിയുടെ കൂടെ നടന്ന ശിഷ്യന്മാരെ ഓർത്തിയാ സ്വോത്രം ചെയ്യും. ആമേൻ. മീറ്റിങ്ങിന് വിട്ടതും ഭയങ്കരമാണത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേഴ്സിനകത്ത് 3-4 ATM കാർഡെങ്കിലും കാണും. രക്തം ചെയ്യാം.
പൊക്കണം എടുക്കരുത്. വേണ്ട ഉപദേശിയുടെ പൊക്കണം മടിശീല അല്ലെ, മടിശീല, പൊക്കണം, വടി, ഇതൊന്നും കരുതരുത്. ചുമ്മാ പൊക്കണം. നമുക്ക് ചുമ്മാ പോകാൻ പറ്റുമോ? പോയാൽ കർത്താവ് പറയുന്ന പോലെ ആര് പോകുമോ അവർ ലജ്ജിക്കേണ്ടി വരത്തില്ല. അപ്പൊ കർത്താവിന്റെ ചില ഗൈഡൻസ് ഒക്കെ കേട്ടാൽ കൂടെ നടക്കാൻ പോലും തോന്നാൻ സാധ്യതയില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ള നിങ്ങളെ കൊണ്ടാണ് അടുത്ത മൂവ് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്.